ഇന്ന് നമ്മൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടാറുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ മുടി പൊഴിയാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെയാണ് മുടി പൊഴിച്ചിൽ മാറ്റാൻ നോക്കാമല്ലോ, കാച്ചെണ്ണയൊന്നും തേക്കാതെ തന്നെ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പോളം വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന സാധനം. അപ്പോൾ ഇത് നമുക്ക് ഒരു 100 ഗ്രാം കണക്കാക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്തെടുത്തത്. നല്ല റിസൾട്ടാണ് കേട്ടോ. ഒരു 3 ദിവസം തേച്ചപ്പോൾ തന്നെ നല്ല റിസൾട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാസ്റ്റർ ഓയിൽ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ. ഇത് കുറച്ച് മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഞാനിത് ഒരു സ്പൂണിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു സ്പൂൺ എടുത്ത് അതിലേക്കാണ് ഞാനിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, ഒരുപാട് ഒഴിച്ചു വരില്ല. നല്ലൊരു തിക്കായിട്ടുള്ളതാണ് കേട്ടോ, ഒരു ലിക്വിഡാണിത്. അപ്പോൾ ഇത് ഞാൻ ഏതാണ്ട് ഒരു 1/2 സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. ഇത് റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത അത്ര എഫക്റ്റീവായിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ്ങിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതും ഞാനിതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, ആവശ്യമാണെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഫില്ലർ പോലെയാണ് കിട്ടുക. ഒരു 10 തുള്ളിയോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പൊഴിച്ചിൽ, അതുപോലെ നെറ്റി കയറൽ, താരനെ കൊണ്ടുള്ള ശല്യം എല്ലാം മാറാൻ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് കേട്ടോ. ഇത് ഇത്രയും ഉപയോഗിച്ച് കഴിഞ്ഞു. ഇതിൽ നിന്ന് ഞാൻ ഒരു 2 എണ്ണം എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് ഒരു തവണ ചെയ്ത് വെച്ചാൽ മതി. കൂടുതൽ ഇതിൻ്റെ അളവ്, വെളിച്ചെണ്ണയുടെ അളവ് കൂട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 ലിറ്ററോളം എടുക്കാം. കുറച്ചൊന്ന് അളവുകളൊന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ കാസ്റ്റർ ഓയിലൊക്കെ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലൊന്ന് നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നല്ലോണം ഒന്നിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചാൽ മാത്രം പോരാ, ഇതൊന്നിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം പോരാ. നല്ലോണം ഇതിൽ മിക്സായി വരുന്നത് വരെ നമ്മൾക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമുക്കൊരു പാത്രത്തിലാക്കി സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ കാച്ചെണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുടിയുടെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് മോൾക്കാണ് വന്നത് കേട്ടോ. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ 2 സൈഡ് മുടിയൊക്കെ കെട്ടി വയ്ക്കാൻ തുടങ്ങിയപ്പോൾ താരൻ്റെ ശല്യവും മുടി പൊഴിച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര, അവർക്ക് മുടി വളർത്താൻ നല്ല ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ വീഡിയോയ്ക്കൊന്നും ഇരുന്ന് തരാറില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് മുടി പൊഴിയാൻ തുടങ്ങിയപ്പോൾ പേടിയായി. അപ്പോൾ അവളത് ഇരുന്ന് തന്നുകൊണ്ട് മാത്രം ഈ വീഡിയോ എടുക്കാൻ പറ്റിയത് കേട്ടോ. ഇത് ഒരുപാട് ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ മുടി ഒഴിച്ചിൽ. പക്ഷെ എന്താണ് പ്രശ്നമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാനിതുപോലെയാണ് സൂക്ഷിക്കാറ്. ആഴ്ചയിൽ ഒരു 2 തവണ 3 തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. സ്കൂളിൽ നിന്ന് വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ഇങ്ങനെ ഇരിക്കാൻ തന്നതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. മുടി ഇപ്പോൾ ഇത് ചീകിയിട്ടൊന്നുമില്ല. ഇതിങ്ങനെ വലിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ബലം പിടിച്ച് വലിക്കുകയല്ല, ഓൾറെഡി ഇതിങ്ങനെ ഊരി നിൽക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ തുമ്പിലിങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങനെ പോരും, നേർത്ത് വരും. ഇത് ഫസ്റ്റ് മുടി സ്കൂളിൽ പോകുമ്പോൾ മുടി ചെയ്യുമ്പോൾ മുടി ഇതുപോലെ പോവും. പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതുപോലെ കുളിക്കാനൊക്കെ പോകുമ്പോൾ ഇതേപോലെ മുടി പോവും. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഒരു 2-4 തവണ ഇത്രയും മുടിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുടിക്കൊന്നും ഒട്ടും കട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ മുടി ഇങ്ങനെ നോക്കാൻ ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഞാൻ കുറേ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. രാത്രി ഇങ്ങനെ വിരലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ റൂട്ടിൽ ഇങ്ങനെ തേച്ച് കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ വെളിച്ചെണ്ണ ആയിട്ട് തന്നെ തേച്ച് കൊടുക്കുകയാണ്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കാച്ചെണ്ണ തേച്ച് കൊടുക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു മുടിയൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും റൂട്ടിൽ തട്ടുന്ന രീതിയിൽ തന്നെ ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല നമുക്കിതിൽ. പക്ഷേ എടുക്കുന്നത് ശരിക്കും ഈ റൂട്ടിലും നെറ്റി കയറിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ. നല്ല കട്ടിയുള്ള മുടിയൊക്കെ ഉള്ള പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ലോണം റൂട്ടിലൊക്കെ തട്ടുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം. ഒരുപാട് എടുത്ത് തേക്കുക എന്നുള്ളതല്ല, നമ്മൾ കയ്യിൽ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഈ റൂട്ടിൽ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
താരനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുകയും ചെയ്യും. നമ്മളെ ഈ ഒരു റൂട്ടിൽ സ്കാപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. എപ്പോഴും എണ്ണ തേച്ചില്ലെങ്കിൽ പോലും നമ്മളെ മുടിയൊന്നും ഇങ്ങനെ മസാജ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ എണ്ണ തേച്ച് കുളിക്കുന്ന സമയമല്ല, ഇത് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഞാൻ കഴുകി കളയുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മുടിയിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടി ഒരു അരമണിക്കൂറൊന്നും ഇങ്ങനെ കെട്ടി വയ്ക്കണം. അപ്പോൾ ഇതിപ്പോൾ എല്ലായിടത്തും ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ കഴിയുന്നവരിങ്ങനെ ഇരിക്കും. ഇത് ഞാൻ തലേ ദിവസം എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. ഇതും ഞാൻ പല വീഡിയോയിലും ഇട്ടിട്ടുണ്ട്. നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്, കടലപ്പൊടി. ഇതും ഞാൻ എല്ലാത്തിലും ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്. ഇനി അടുക്കളയിലേക്ക് വേണ്ടിയിട്ട് മില്ലിൽ പോയിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ കടലമാവ്. വൈകുന്നേരമൊക്കെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വേണ്ടി നല്ല ഫ്രഷായി പൊടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മളെ മുടിയുടെ തിക്നെസ്സിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും എടുത്തിട്ടുണ്ട്. നല്ല പുളിച്ച കഞ്ഞിവെള്ളമായിരിക്കണം. പുളിച്ച കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരൻ്റെ ശല്യം മാറിയിട്ട് മുടി പെട്ടെന്ന് വളരും. എനിക്ക് നല്ല അനുഭവമാണ്. പുളിച്ച കഞ്ഞിവെള്ളത്തിൽ എന്നും തല കഴുകി കഴിഞ്ഞാൽ മുടിയുടെ വലിപ്പം നീളം കൂടും. ഞാനിവിടെ ഓരോ ദിവസം കൂടുമ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. മിക്കവാറും ചോറൊക്കെ വാർത്ത് കഴിഞ്ഞാൽ ഞാനൊരു ബൗളിൽ എപ്പോഴും കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കും. ഒന്നുകിൽ മോള് തേക്കും അല്ലെങ്കിൽ ഞാൻ തേക്കും. നമ്മൾ ഷാമ്പു ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും വെറുതെ നമ്മൾ കുളിക്കുമ്പോൾ കഞ്ഞിവെള്ളം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമായിരിക്കണം. നല്ല പുളിച്ച കഞ്ഞിവെള്ളം തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിയുള്ള ഭാഗങ്ങളൊക്കെ ചൊറിച്ചിൽ വരില്ലേ, താരൻ വന്നിട്ട്, ആ ചൊറിച്ചിലൊക്കെ മാറും കേട്ടോ. ഈ ഒരു 2 സ്റ്റെപ്പ് ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അഥവാ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 മിനിറ്റ് വരെ ഒന്ന് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിട്ട് കഴുകി കളഞ്ഞ ശേഷം മുടിയൊന്ന് ഉണങ്ങി വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടീഷണറൊന്നും തേച്ച് കൊടുക്കാതെയാണ് ഇവരുടെ മുടിയൊക്കെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. മുടി പൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കും കേട്ടോ ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം മുടി പൊഴിച്ചിലുള്ളവർ. എന്നിട്ട് റിസൾട്ട് അറിയിക്കണം. കുറച്ച് സമയം എടുക്കും കേട്ടോ. 1-2 ദിവസമൊക്കെ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം. ഒട്ടും തന്നെ മുടിയൊന്നും പൊഴിയുന്നില്ല. ഇത് കുളി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചീപ്പൊന്നും ആയിട്ട് ചീകിയിട്ടില്ല കേട്ടോ. അപ്പോൾ മുടി പൊഴിച്ചിൽ മാറാനുള്ള നല്ലൊരു റെമഡിയാണിത്. എല്ലാവരും ഉണ്ടാക്കി ഇതുപോലെ തേച്ച് നോക്കണേ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനെക്കാട്ടിൽ നല്ല മുടി പൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറേ മുടി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ തോന്നിയത് ഇത് വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ അതാ മുടി നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ. മുടി പൊഴിച്ചിൽ മാറും, മുടി നന്നായി വളരും കേട്ടോ.